ഈ ആഴ്ചയിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ആദർശ് നയനയുടെ വിഗ്രഹങ്ങൾ, അത് നയനയുടെയും ഗോവിന്ദന്റെയും അധ്വാനമായ ആ വിഗ്രഹങ്ങളെല്ലാം കൂടെ തിരിച്ചു പിടിച്ചെടുക്കുന്നുണ്ട്. അവന്മാർ അടുത്ത് പോയിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഫസ്റ്റിനടുത്ത് നന്ദു ആണ് കേട്ടോ. നന്ദുവും ഫ്രണ്ട്സോടെ ചെന്ന് അവന്മാരെ ശരിക്കും നല്ലവണ്ണം അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് അങ്ങോട്ട് ചെല്ലുകയാണ്. ഫൈനൽ സ്റ്റേജിൽ നന്ദുവിനെയും കൂട്ടുകാരെയൊക്കെ അവന്മാർ ബ്ലോക്ക് ചെയ്യുമ്പോഴേക്കും ആദർശ് അവിടെ ചെന്ന് നന്ദുവിനെ രക്ഷപ്പെടുത്തിയിട്ട് അവന്മാരും രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ വിഗ്രഹങ്ങളും കൊണ്ട് കൃത്യസമയത്ത് തന്നെ ആദർശ് ആ ഒരു ഗാലറിയിലേക്ക് വരുന്നു. ഇത് കാണുമ്പോഴേക്കും ഗോവിന്ദനും അതുപോലെ നയനയും കനകും എല്ലാം കൂടെ ഓടി വന്നിട്ട് ആദർശോട് നന്ദിയൊക്കെ പറയാണ്. മോൻ ഞങ്ങളുടെ ദൈവത്തെ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെയാണെങ്കിൽ ഇവർ പോയി ഈ വിഗ്രഹങ്ങളെല്ലാം നോക്കിയിട്ട് എണ്ണി തിട്ടപ്പെടുത്തുകയാണ്. അതേ സമയത്ത് തന്നെ വന്ന ഇടനിലക്കാരനുണ്ടല്ലോ, അയാൾ വന്നിട്ട് ആ വിഗ്രഹങ്ങളെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. അഡ്വാൻസ് നമുക്ക് പേയ്മെന്റ് ഒക്കെ പിന്നീട് സംസാരിക്കാമെന്നും പറഞ്ഞിട്ട് അയാൾ എത്രയും പെട്ടെന്ന് ആ വിഗ്രഹങ്ങളും കൊണ്ട് അമ്പലത്തിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ നയന ഓടി വന്നിട്ട് ആദർശിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആദർശ് തിരിച്ചും കെട്ടിപ്പിടിക്കുകയാണ്. അപ്പൊ നയന പറയാണ്, ആദർശം ചെയ്തത് വലിയൊരു ഉപകാരം തന്നെയാ, ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കില്ല, അത്രത്തോളം ഉപകാരമാണ്. ഇല്ലെങ്കിൽ എൻ്റെ അമ്മയും അച്ഛനും ജീവനോട് തന്നെ കാണുമെന്ന് എനിക്ക് അറിയില്ല. എൻ്റെ 2 മാസത്തെ കഷ്ടപ്പാടാണ്. അത് മാത്രമല്ല ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷകളും കൂടിയാണ് ഈ ഒരു ഓർഡർ. ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അതെ ഞാനും ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയാണ്. അപ്പൊ ആദർശം പറയുന്നുണ്ട്, അതെ ഇവര് ഹെൽപ്പ് ചെയ്ത് ഒത്തിരി എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും അങ്ങനെ നന്ദുവും കനകവും ഗോവിന്ദനും കൂടി വീട്ടിലേക്ക് പോകുന്നുണ്ട് സന്തോഷമായിട്ട്. ഇതേ സമയത്ത് തന്നെ അഭിയും ജലജയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവള് കയറി വരും കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ടെന്നൊക്കെ പറയണം. അപ്പോൾ തന്നെ അവിടുന്ന് ദേവയാനിയോട് ജലജ കുറേ ഒറ്റ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ വരുമ്പോ അവളെ ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ജലജ പറയുന്നുണ്ട്, ഇവിടെ ആണെങ്കിലും ഒരുത്തിയുണ്ടല്ലോ, അവൾക്ക് ഇതൊന്നും അറിയണ്ട, അവൾക്ക് എപ്പോഴും ഭക്ഷണം കഴിക്കണം, ഫോണിൽ ഞോടണം, ചുമ്മാ ഇരിക്കണം, ഇവർക്ക് അതാണ് ലക്ഷ്യം എന്നൊക്കെ പറയണം. അങ്ങനെ അഭിയും ജലജ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് ഇവർ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേവയാനി ഇങ്ങനെ കലിപ്പിച്ച് ദേഷ്യപ്പെട്ടോടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശം നയനയും കയറി വരുന്നു. അപ്പോഴേക്കും ദേവയാനി നിൽക്കടി അവിടെ നിന്നും പറഞ്ഞിട്ട് നയനോട് ചോദിക്കുകയാണ്, ഇന്നലെ നീ എന്നോട് എന്നാ പറഞ്ഞിട്ടാ പോയതെന്ന് ചോദിക്കുകയാണ്. അത് അമ്മയെന്ന് പറയുമ്പോഴേക്കും, പറയടി നീ എന്ത് പറഞ്ഞിട്ടാ ഇന്നലെ പോയത്, എത്ര സമയമായി, നീ എൻ്റെ മോനെയും കൊണ്ട് പോയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ആദർശ് അമ്മയെ അതെന്ന് പറയുമ്പോൾ, നീ ഒന്നും മിണ്ടി പോകരുത്, നിന്നോടല്ല ചോദിച്ചത്, അവളോട് ചോദിച്ചത്, അവൾ മറുപടി പറയട്ടെ എന്ന് പറയുന്നു. അപ്പോഴേക്കും ജലജ പറയാണ്, അതെന്താ മോനെ നിനക്ക് മറുപടി ഒന്നും പറയാനില്ലേ, നിന്റെ ഭാര്യയ്ക്കൊന്നും പറയാനില്ലടാ, അവള് നിന്നെ മനഃപൂർവ്വം അവിടെ കൊണ്ട് ആക്കിയതില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പായിട്ട് ആദർശ് തന്നെയാണ് കേട്ടോ ആ ഒരു പൂജകളൊക്കെ ചെയ്തിട്ട് ആ ഒരു വിഗ്രഹങ്ങളെല്ലാം കൈമാറുന്നത്. അതിനുശേഷമാണ് ഈ ഒരു സീൻ വരുന്നത്. അങ്ങനെ ദേവന് കുറെ വഴക്ക് പറയുമ്പോഴേക്കും ജലജ പറയാണ്, മനസ്സിൽ ഓർക്കുകയാണ്, പാറേടി പാറ, ഞങ്ങളുടെ വിഗ്രഹങ്ങളെല്ലാം മോഷണം പോയി, അതുകൊണ്ട് ഞങ്ങളെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പാറേടി നീ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അഭിയും അത് തന്നെ മനസ്സിൽ കരുതുന്നു. അപ്പോഴേക്കും നായന മുമ്പോട്ട് എന്നിട്ട് പറയാണ്, അമ്മേ അത് വേറൊന്നും അല്ല, ഇന്നലെ രാത്രിയിൽ കുറെ ഗുണ്ടകളൊക്കെ വന്നിട്ട് എൻ്റെ അച്ഛനെ തല്ലിയിട്ടിട്ട് ആ വിഗ്രഹങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി, അതുകൊണ്ടാ താമസിച്ചത്. അത് മാത്രമല്ല അപ്പോഴേക്കും ആദർശേട്ടനും നന്ദു ഒക്കെ കൂടിയിട്ട് അവരെ ഫോളോ ചെയ്ത് പോയിട്ട് അവന്മാരെ അടിച്ചു വീഴ്ത്തി വിഗ്രഹങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴേക്കും അഭിയും ജലജയൊന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അവർ പ്രതീക്ഷിച്ചിരുന്ന വാർത്ത അതല്ലല്ലോ, ഇവരെ തല്ലിയിട്ട് ഈ വിഗ്രഹങ്ങളെ കൊണ്ടുവരുന്നു ഒരിക്കലും അവർ കരുതിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് കേട്ടപ്പം അവര് ഭയങ്കരമായിട്ടൊന്ന് ഷോക്ക് ആവുന്നുണ്ട്. ആദർശനം കാരണമാണ് എല്ലാം നടന്നത്, ആദർശൻ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ജീവനോട് തന്നെ കാണില്ലായിരുന്നു എന്ന് പറയാൻ കേട്ടോ നയനയൊക്കെ. അപ്പോഴേക്കും മുത്തശ്ശനും ബാക്കിയുള്ളവർക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. മുത്തശ്ശൻ വന്നിട്ട് പറയാണ്, ആദർശ ഈ സത്യമാണെന്ന് ചോദിക്കുമ്പോൾ, മുത്തശ്ശ ഇതെല്ലാം സത്യമാണ്, എന്തായാലും ഞാൻ പോലീസിന് സഹായം തേടിയിട്ടുണ്ട്, അവന്മാരെ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയാണ്. അതെന്തായാലും നല്ല കാര്യമായി, അവന്മാരുടെ കാര്യം നമുക്ക് നോക്കാമെന്ന് പറയാണ്. അല്ല എന്തിനാവാനും മോഷ്ടിച്ചതെന്ന് ചോദിക്കുമ്പോൾ, വിഗ്രഹങ്ങളൊക്കെ മറിച്ച് വിറ്റ് നല്ല ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയാണ്. എന്തായാലും ദേവിയുടെ വിഗ്രഹങ്ങളല്ലേ കൊണ്ടുപോയത്, അത് കൊണ്ടുപോകാൻ ദേവി സമ്മതിക്കുവോ, അത് മാത്രമല്ല നയനമോളും അവളുടെ അച്ഛൻ എന്തുമാത്രം കഷ്ടപ്പെട്ടതാ, ആ കഷ്ടപ്പാട് ഒരിക്കലും ഈശ്വരൻ കാണാതെ പോവില്ല എന്നും മുത്തശ്ശൻ പറയാണ്. ഇത് കണ്ട് ജലജയും അഭിയാണെങ്കിലോ അങ്ങ് വല്ലാണ്ടായി നിൽക്കാണ് കേട്ടോ. ദേവയാനിക്കാണെങ്കിൽ ദേവയാനി ഇങ്ങനെ പിന്നീട് ദേഷ്യപ്പെടുന്നുണ്ട്, എങ്കിലും ഇവനോട് നിൽക്കേണ്ട കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയാണ്, നീ അവർ പറഞ്ഞത് കേട്ടില്ലേ, എന്തുകൊണ്ടാണ് അവരോട് നിന്നതെന്ന്, അവന് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവരുടെ ഈ ഒരു ഓർഡറും ഈ ഒരു ഇത്രയും കഷ്ടപ്പാടും എല്ലാം അവൻ ഇല്ലാതായി പോയേനെ. അപ്പൊ നീ നിന്റെ മകനെയും ഇവളെയും അഭിനന്ദിക്കുകയല്ലേ വേണ്ടെന്നൊക്കെ പറയാണ്. അങ്ങനെ നിങ്ങൾ പോയി കുളിച്ച് ഫ്രഷ് ആവുമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ പറഞ്ഞിടുന്നു. എന്നിട്ട് ദേവയാനോട് പറയാണ്, നിനക്ക് ഇത്രയും പ്രായമായില്ലേ, കുറച്ചൊക്കെ കോമൺ സെൻസ് ഉപയോഗിച്ചൂടെന്നൊക്കെ ചോദിച്ചാൽ മുത്തശ്ശൻ വഴക്ക് പറഞ്ഞിട്ട് കയറി പോകുന്നുണ്ട്. അങ്ങനെ ജലജയും അഭിയും കൂടെ മുറിയിലേക്ക് പോവാണ്. അപ്പോഴേക്കും അഭിയുടെ കാരണത്ത് ആഞ്ഞ് ജലജ അടി അടിച്ചിട്ട്, നീയൊക്കെ എന്ത് കാണാനാണ് നിൽക്കുന്നത്, നീയല്ലേ പറഞ്ഞത് അവന്മാർക്ക് ഭയങ്കര പിടിപാട്, അവന്മാരെ പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ, ഇപ്പൊ എന്താടാ കണ്ടത്, അവള് എല്ലാ വിഗ്രഹങ്ങളും കൈമാറുന്നു പറഞ്ഞ് കേട്ടില്ലേ, അവള് വീണ്ടും ജയിച്ചു, നീ ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന മലക്കൊന്തനായിട്ട് നിന്നെ കൊണ്ട് അതിനൊക്കെ കൊള്ളുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവള് ജലജ കുറെ ദേഷ്യപ്പെടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇതൊക്കെയുടെ യാതൊരു ബന്ധമില്ലാതെ നവ്യ
അവളുടെ കാര്യം മാത്രം നോക്കി നടക്കുകയാണ്. അപ്പോഴേക്കും വയറില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത്, എല്ലാവരും എനിക്ക് വയറില്ല എന്നൊരു സംശയം പ്രകടിപ്പിക്കുക എന്ന് പറയുമ്പോഴേക്കും കൂട്ടുകാർ പറയുന്നുണ്ട് നീ ഓൺലൈനായിട്ട് ഒരു പാട് മേടിച്ച് വെക്കുക എന്ന് പറയാണ്. അങ്ങനെ ഓൺലൈനായിട്ട് നവ്യ ഒരു പാട് ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ പാട് വരുമ്പോഴേക്കും ആരും കാണാൻ നവ്യ പെട്ടെന്ന് ഇത് മേടിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് ഓടുകയാണ്. അങ്ങനെ ഇത് പോയി നവ്യ മേടിച്ച് ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് മീനാക്ഷി കയറി വരികയാണ്, ജോലിക്കാരി. അവിടെ വന്ന് അവൾ തൂക്കമൊക്കെ ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് കല്യാണിയുടെ പുറകിലേക്ക് അവൾ ഒളിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് പോവാന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇതൊന്ന് തൂത്തിട്ട് പോയിക്കോളാം മാഡം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അബി വന്നിട്ട് ഒരു ഫയൽ ചോദിച്ചിട്ട് അത് എടുത്തതാന്ന് പറയുമ്പോഴേക്കും നവ്യ ആകെപ്പാടെ പേടിച്ച് നിൽക്കുകയാണ്. അബി എങ്ങാനും ആ കല്യാണിയുടെ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പാട് കാണും പെട്ടെന്ന്. പക്ഷെ അബി ആണെങ്കിൽ ഫോണിൽ ഞോണ്ടിക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവനെ ശ്രദ്ധിക്കുന്നില്ല. നവ്യ പെട്ടെന്ന് ആ ഫയൽ എടുത്ത് കൊടുത്തിട്ട് അബിയെ പറഞ്ഞു കൊടുത്തിട്ട് മതി ഒന്ന് പോകാവോന്ന് ചോദിച്ച് സെർവനോട് ദേഷ്യപ്പെടുമ്പോൾ സെർവന്റ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യ ആണെന്നുണ്ടെങ്കിൽ ആ പാട് പെട്ടെന്ന് ആരും കാണാത്ത ഒളിച്ചു വെച്ചതിന് ശേഷം പിന്നീട് ആ പാട് ഇങ്ങനെ വലുതാക്കാനും ചെറുതാക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ ചെറുതാക്കി ഒന്ന് ശകലം വയർ തോന്നിക്കും വിധത്തില് ആ പാട് വയറിനുള്ളിൽ കെട്ടിവെക്കുന്നുണ്ട് ആരും കാണാതെ. അങ്ങനെ ഈ പാടും കെട്ടിക്കൊണ്ട് നവ്യ ഹാളിലേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും മുത്തശ്ശി ജാനകിയോട് പറയുന്നുണ്ട് അവക്ക് കുറച്ചൊക്കെ വയറായി തുടങ്ങിയല്ലേ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ഇത് കേട്ട് നായനെ ഞെട്ടലോട് കൂടിയിട്ട് നവ്യെ നോക്കുകയാണ്. ഇതെങ്ങനെ ചേച്ചി ഇപ്പൊ ഇത് ഒപ്പിച്ചത്, എന്തോ ഒരു കള്ളത്തിൽ ഒപ്പിച്ചിട്ടുണ്ട് അതായിരിക്കും എന്നൊക്കെ നയന ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവനിക്കാണെങ്കിൽ ആകെപ്പാട് തന്നെ കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. അതായത് ആദർശ് നയനയും കുട്ടി പോയത് കൊണ്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എങ്ങനെയെങ്കിലും നയനനെ തകർക്കണം എന്നുള്ളത് തന്നെ കരുതിയിട്ട് ഇങ്ങനെ അഭി നിൽക്കുകയാണ്. അങ്ങനെ ഗോവിന്ദനും കനവും കൂടി വീട്ടിലേക്ക് വന്നതിന് ശേഷം പറയാണ് ആദർശമോൻ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മള് ഇവിടെ ഉണ്ടായിരുന്നിരിക്കില്ല, ഞാനാണെങ്കിൽ ചങ്ക് പൊട്ടി മരിച്ചെന്നൊക്കെ ഗോവിന്ദൻ പറയാണ്. അപ്പോഴേക്കും നന്ദു പറയുന്നു ആഹാ നിങ്ങൾ കൊള്ളാലോ ആൾക്കാര്, ഞാനും എന്റെ ഫ്രണ്ട്സ് ആദ്യം പോയി കണ്ടുപിടിച്ചത്, ആദർശം വന്നില്ലെങ്കിൽ അവർ തലയങ്ങൾ തല്ലി പൊളിച്ചെന്ന് പറയാണ്. അപ്പോഴേക്കും കനകം പറയാണ് എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നിന്റെ സംസാരം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ട്, എന്തെടുത്താലും പെട്ടെന്ന് തന്നെ വിട്ട് കുത്തുന്നൊക്കെ പറഞ്ഞാണ് നടക്കുന്നത്, ഒരുമാതിരി റൗഡി പിള്ളേരെ പോലെ, അതൊക്കെ മാറ്റണം നന്ദു, ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാവാണ്, നീ ഒന്ന് ആലോചിച്ച് നോക്കി, ആദർശം വന്നില്ലായിരുന്നെങ്കിൽ അമ്മമാർ തല്ലി പൊളിച്ചിട്ട് നീ ഇപ്പൊ ജയിലിലായിരുന്നു ഉണ്ടായിരുന്നേനെ, ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയാണ്. അതൊന്നുമല്ല ഒരിക്കലും പരിഹാരം എന്നൊക്കെ പറഞ്ഞിട്ട് കനകം ഇരുന്ന് കരയുന്നുണ്ട്. അപ്പോഴേക്കും നന്ദു പറയണം അങ്ങനല്ലമ്മേ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയണം വേണ്ട അതിനെക്കുറിച്ച് സംസാരിക്കണ്ടെന്ന് ഗോവിന്ദനും പറയുന്നു. എന്നിട്ട് കനകൻ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ നയനമോക്ക് കിട്ടിയത് നല്ലൊരു ജീവിതം തന്നെയാണ്, ഒട്ടും ഇഷ്ടമില്ലാതാണെങ്കിൽ പോലും ഇപ്പോൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്, അല്ലെങ്കിൽ ആദർശം നമ്മളെ സഹായിക്കാനായിട്ട് വരികയായിരുന്നോ, അത് മാത്രമല്ല ലാസ്റ്റ് നയനമോളെ കെട്ടിപ്പിടിച്ചിട്ട് അവനോട് നന്ദി പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോഴും അവർ നല്ല സ്നേഹത്തിലായിരുന്നു, രാവിലെ അവൻ പൂജ ചെയ്തതെന്നും കണ്ടില്ലേ, വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് മോൻ പൂജയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് കനകം പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോഴേക്കും അവർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും നയനേനെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം തന്നെ ജലജയും അഭിയും ഇങ്ങനെ കരുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്തിന് ദേവയാനിയെ വന്ന് അവർ എരിപിരി കയറ്റുന്നുണ്ട്. അപ്പൊ ദേവയാനിയെ മനസ്സിൽ ആലോചിക്കുകയാണ് ഇവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് അടിച്ചിറക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇവളെന്റെ മോനെ പകുതിയായിട്ട് അങ്ങ് കൊണ്ടുപോകും, ഇപ്പൊ രണ്ടുപേരും നമ്മൾ ഭയങ്കര സ്നേഹത്തിലല്ലേ, അവൻ എന്തൊക്കെ പറഞ്ഞാലും അവനെല്ലാം കള്ളത്തിലാ പറയുന്നത്, അല്ലെങ്കിൽ എന്നോട് വിളിച്ച് പറയാതെ അവൻ പോവാറെന്നൊക്കെ ഇങ്ങനെ ദേവേനെ ആലോചിച്ചുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഇതുപോലെ അപ്കമിംഗ് ആയിട്ടുള്ള റിവ്യൂസും ഡെയിലി റിവ്യൂസും ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.